ഭൂരിഭാഗം സ്ഥാനാർത്ഥികളെയും UDF കൂടി പ്രഖ്യാപിച്ചതോടെ കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാനുള്ള പ്രചാരണം കൊഴുത്തു. പകുതിയോളം വാർഡുകളിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. വീട് കയറിയും ചുവരെഴുതിയും ബോർഡുകൾ വെച്ചും വോട്ടുറപ്പിക്കാനുള്ള തിരക്കിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ആധിപത്യം ഉറപ്പിച്ച് മിന്നും വിജയം നേടുകയാണ് LDFന്റെ ലക്ഷ്യം. എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ പറ്റുമോ എന്ന് UDFും നോക്കുന്നു. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി കൗൺസിലർമാർ ഇത്തവണ ഉണ്ടാകുമെന്നാണ് BJP നേതൃത്വം പറയുന്നത്. ആദ്യഘട്ട പ്രചാരണത്തിൽ ഒരു പടി മുന്നിലാണ് LDF. സ്വാധീനമുള്ള വാർഡുകളിൽ നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൻ്റെ നേരിയ മുൻതൂക്കം BJPക്കുമുണ്ട്. ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച UDF ആകട്ടെ കളം പിടിക്കാനുള്ള ഓട്ടത്തിലാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഫസ്റ്റായിരുന്നു. അതുകൊണ്ട് എനിക്ക് അന്നപ്പം പിന്നെ എല്ലാവരുമായിട്ട് പരിചയം വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ തുടർ ഭരണം എന്ന് പറയുന്നത് എൻ്റെ പ്രവൃത്തി തന്നെ മാത്രം കാഴ്ചവെച്ചുകൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. വിജയം 100% ഉറപ്പ്. എൻ്റെ ഈ പ്രദേശ ജനങ്ങൾക്ക് എന്നെ അറിയാം, എനിക്ക് അവരെയും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ 200 വോട്ടിൻ്റെ ഇതിലാണ് നമ്മൾ തോറ്റുള്ളത്. അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഈ വാർഡ് തിരിച്ചു പിടിക്കണം എന്നുള്ള വാശിയേറിയ മത്സരത്തിലാണ് ഈ പ്രാവശ്യം നമ്മൾ നിൽക്കുന്നത്. ആകെയുള്ള 75 വാർഡുകളിൽ 50ഉം നിലവിൽ LDFന്റെ കയ്യിലാണ്. 43 CPM ഒറ്റയ്ക്ക് തന്നെ വിജയിച്ചു. UDFന് 18 സീറ്റിലേ വിജയിക്കാനായുള്ളൂ. 7 BJP താമര പാറിച്ചു. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം റാഹിസ് റഷീദ്, മീഡിയ 1 കോഴിക്കോട്.